ഇടുക്കി. സുപ്രധാന വാർത്തയിലേക്ക്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ ഒരാൾ കൂടി പിടിയിൽ. 3ാം വർഷ വിദ്യാർത്ഥി അനുരാജ് ആണ് പിടിയിലായത്. സനു കെ സജീവാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനു. കാളിദാസ്, കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രധാന അറസ്റ്റുകൾ തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം 2 പൂർവ്വ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് കോളേജിൽ പോലീസിന്റെയും അതേപോലെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഒരു മിന്നൽ പരിശോധന ഉണ്ടാകുന്നത്. പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നാണ് ഒരു 2 കിലോ കഞ്ചാവ് ഹോളി ആഘോഷത്തിന് വേണ്ടി എത്തിച്ചിരുന്നത്. ഇത് ചെറു പാക്കറ്റുകളിലാക്കി മാറ്റുന്നതിനിടെയാണ് പോലീസിന്റെ പരിശോധന ഉണ്ടാവുകയും 3 പേർ അറസ്റ്റിലാകുകയും മതിയായ ക്വാണ്ടിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. കൊല്ലം സ്വദേശിയായ ആകാശാണ് ഈ സംഭവത്തിൽ റിമാൻഡിലായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് 4ാമതൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. 3ാം വർഷ വിദ്യാർത്ഥിയെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പൂർവ്വ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയിൽ നിന്ന് അടക്കം ഈ 3ാം വർഷ വിദ്യാർത്ഥിയിലേക്കുള്ള അന്വേഷണം പോലീസ് എത്തിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലേക്ക് കഞ്ചാവ് എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനൊരു സംശയമുണ്ടായിരുന്നു. അതായത് ആസാമിൽ നിന്നടക്കം വലിയ തോതിൽ കേരളത്തിലേക്ക് കഞ്ചാവ് എത്തുന്നുണ്ട്. ബോൾ രൂപത്തിലാക്കി 5 കിലോ ഉള്ള പാക്കറ്റുകളിലാണ് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത്. അത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിച്ച കഞ്ചാവാണ് ഈ കോളേജിനുള്ളിലേക്ക് കൊണ്ടുവന്നത്. അത് ഈ കോളേജിനുള്ളിലേക്ക് എത്തിച്ച് നൽകിയത് 2 പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവർക്ക് പിന്നിലും മറ്റ് റാക്കറ്റുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരവും പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അന്വേഷണത്തിലേക്ക് എത്തിയത് കോളേജിന് മുന്നിൽ നിന്നും ഒരു പൂർവ്വ വിദ്യാർത്ഥിനെ കഞ്ചാവുമായിട്ട് പിടികൂടിയതോടുകൂടിയാണ് ഈ ഒരു പോളിടെക്നിക്കിനുള്ളിൽ ഇത് മുടക്ക് വലിയ തോതിലുള്ള കഞ്ചാവ് ശേഖരമുണ്ടെന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരികയും നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 3ാം വർഷ വിദ്യാർത്ഥിനെ അല്പം മുമ്പ് പിടികൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയ ആകാശിന്റെ പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ നാളെ അപ്പീൽ സമർപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കോളേജിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിലടക്കം വലിയൊരു പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് നടത്തിയത്. ഇന്നലെ രാത്രി ACPയുടെ നേതൃത്വത്തിൽ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും അതേപോലെ തന്നെ SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വലിയൊരു പരിശോധന നടത്തി. അതായത് കുസാറ്റിനോട് ചേർന്നുള്ള ഹോസ്റ്റലുകളിലെല്ലാം വലിയ പരിശോധനയായിരുന്നു ഇന്നലെ നടന്നത്. ഇവിടുന്ന് ചെറിയ തോതിൽ ഉള്ള കഞ്ചാവ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഏകദേശം 10 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയെന്നാണ് പോലീസ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നഗരത്തിലും മറ്റ് പ്രദേശങ്ങളിലും വാഹനങ്ങളിലടക്കം വലിയൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്തായാലും ഈ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയയുടെ ഇടപെടൽ അതിന്റെ കണ്ണികളെ അറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോലീസിന്റെ നിർണായകമായിട്ടുള്ള പരിശോധനകൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കാളിദാസ്. തീർച്ചയായും സനു, ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്കെല്ലാം കടന്നിരിക്കുന്നു. ഇനിയും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ വിദ്യാർത്ഥി 3ാം വർഷ വിദ്യാർത്ഥിയെ കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാക്കി കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ഇനിയും നീളും, അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീക്കുമ്പോൾ അന്വേഷണം കൂടുതൽ വ്യാപിക്കുകയാണ്. ഇപ്പോഴും പരിശോധനകളെല്ലാം നടന്നു വരികയാണ് അല്ലേ സനു? തീർച്ചയായിട്ടും ഈ സംഭവത്തിലെ 3ഓ 4ഓ പേരിൽ ഒതുങ്ങുന്ന ഒരു അന്വേഷണമല്ല, ആ 4 പേരിൽ ഒതുങ്ങുന്ന ഒരു അറസ്റ്റുകളുമല്ല ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ കോളേജ് പ്രിൻസിപ്പൽ തന്നെ നമ്മളോട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കോളേജ് ഹോസ്റ്റലിനകത്ത് 60 കുട്ടികളാണുള്ളത്. ഒരാൾക്ക് അതായത് 3 പേർക്ക് ഒരു മുറി വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ കഞ്ചാവ് ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകുന്ന ഒരു സുപ്രധാന വിവരം എന്ന് പറഞ്ഞാൽ കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എണ്ണമോ മറ്റ് വിവരങ്ങളോ ഒന്നും കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നില്ല. അതായത് ഈ കോളേജിൽ ഹോളി ആഘോഷം നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കഞ്ചാവ് എത്തുമെന്ന് പറഞ്ഞ് പോലീസിന് കത്ത് നൽകിയതും ഈ കോളേജ് പ്രിൻസിപ്പൽ തന്നെയാണ്. കഴിഞ്ഞ 12-നാണ് ഇതുപോലൊരു നിർണായകമായിട്ടുള്ള കത്ത് നൽകിയത്. എന്നാലും പോലീസ് ഇപ്പോൾ മുന്നോട്ട് നമ്മളെയൊക്കെ അറിയിക്കുന്ന ഒരു വിവരം, ഈ കഞ്ചാവ് എവിടുന്ന് എത്തി, അതിൽ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, കോളേജിന് പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു വിപുലമായിട്ടുള്ള ഒരു ചെയിൻ, ആ ഒരു ഇതിന്റെ സർക്കിളിൽ പെടുന്ന എല്ലാവരെയും കണ്ടെത്തുക എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ACP തന്നെ പറഞ്ഞ്, അതായത് ഈ കൊണ്ടുവന്നവരെയും ഇത് ഉപയോഗിച്ചവരെയും മാത്രമല്ല, ഇതിന് സംരക്ഷണം കൊടുത്ത ആളുകളെ അടക്കം കണ്ടെത്തുക, അതായത് ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകുക, അങ്ങനെ അവരെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നിവ അടക്കമുള്ള വലിയൊരു ദൗത്യമാണ് കൊച്ചി സിറ്റി പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ തുടരന്വേഷണം ഉണ്ടാവും, അതേപോലെ അറസ്റ്റുകൾ ഉണ്ടാവും, ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പം പോലീസിന്റെ കൈവശമുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്.
ഇത് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയ ആകാശിനെ കൂടെ ചോദ്യം ചെയ്യലിനായിട്ട് ലഭിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. അതേപോലെ തന്നെ ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയ ഇതര സംസ്ഥാന തൊഴിലാളികളെ കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ ഫോണിൽ നിന്നടക്കം ലഭിച്ച നമ്പറുകൾ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു അന്വേഷണം നീണ്ടു കഴിഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അടക്കം അസാമിലേക്ക് അടക്കം പോയിട്ടുള്ളൊരു നടപടി, പോലീസ് നടപടി ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാളിദാസ്. ശരി സാനു, കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി വേട്ടയിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായും നൽകാനുള്ളത്. 3ാം വർഷ വിദ്യാർത്ഥിയാണ് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആ ഒരു 3ാം വർഷ വിദ്യാർത്ഥി അടക്കം, അതേപോലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ അറസ്റ്റിലേക്കെല്ലാം കടന്നേക്കും. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ ആകാശിന്റെ കസ്റ്റഡി അപേക്ഷ, ആകാശിനെ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടുന്നതിനുള്ള കസ്റ്റഡി അപേക്ഷയടക്കം പോലീസ് അധികം വൈകാതെ തന്നെ നൽകുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. സാനു, കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.